Ceremonial parade! Parade with turn to the right! Right turn! ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ 57ാം പിറന്നാൾ ആഘോഷത്തെ അവിസ്മരണീയമായ അനുഭവമാക്കിയ സായാഹ്നം. സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക എന്ന സന്ദേശവുമായി നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് NDF കോഴിക്കോട്ടും കൊല്ലത്തും നടത്തിയ ഫ്രീഡം പരേഡ് സ്വാതന്ത്ര്യ സങ്കല്പത്തെ അർത്ഥപൂർണമാക്കുന്ന വേറിട്ട ഒരു കാഴ്ചയായി. സ്വാതന്ത്ര്യത്തിന്റെ സാക്ഷാത്കാരം പൂർണ്ണമായും ജനങ്ങളുടെ ജാഗ്രതയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു കേരളത്തിലെ വടക്കും തെക്കുമുള്ള ഇരു നഗരങ്ങളിലും നടന്ന പരേഡ്. പരേഡ് ആരംഭിക്കുന്നതിന് മുമ്പേ മൈതാനം പുരുഷാരത്താൽ വലയം ചെയ്യപ്പെട്ടു. സ്ത്രീകളടക്കമുള്ള ജനസഞ്ചയം വെയിലും മഴയും അവഗണിച്ച് NDF പ്രവർത്തകരുടെ ചുവടുവയ്പ്പുകൾ വീക്ഷിക്കാനെത്തി. ഒലീവ് പച്ച നിറത്തിലുള്ള യൂണിഫോം അണിഞ്ഞ വാളണ്ടിയർമാരുടെ ഒത്തുചേരലും ചിട്ടയായ ചുവടുവയ്പ്പുകളും കവർന്നെടുക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ പുതിയ പ്രതീകങ്ങളായി. പരിപാടിയിൽ ഉടനീളം ദൃശ്യമായ NDF വളണ്ടിയർമാരുടെ ഈ നിശ്ചയദാർഢ്യവും ശുഭപ്രതീക്ഷയും കാഴ്ചക്കാരായി എത്തിയ പൊതുജനങ്ങളും പങ്കുവച്ചു. സ്വാതന്ത്ര്യ നിഷേധത്തിന്റെ കൈപ്പുറ്റ അനുഭവങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞുകൂടുന്ന ജനവിഭാഗങ്ങൾ പ്രത്യാശാപൂർവം ഫ്രീഡം പരേഡിനെ സ്വാഗതം ചെയ്തു.
മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ പിന്നിട്ട ഒരു പതിറ്റാണ്ടുകാലം സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന NDF ഇതാദ്യമായാണ് ഒരു സ്വാതന്ത്ര്യദിന പരേഡ് സംഘടിപ്പിച്ചത്. പൗരസ്വാതന്ത്ര്യവും സാമൂഹിക നീതിയും കുഴിച്ചുമൂടാൻ കച്ചകിട്ടിയ വർഗീയ ഫാഷിസ്റ്റ് ശക്തികളുടെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാനുള്ള തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ ഒരു താക്കീത് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർ ചുരുങ്ങിയ കാലത്തെ തയ്യാറെടുപ്പോടെയാണ് പരേഡിന് അണിനിരന്നതെങ്കിലും അടുക്കിലും ചിട്ടയിലും അച്ചടക്കത്തിലും അവർ മികവ് പുലർത്തി. പകയുടെയും വിദ്വേഷത്തിന്റേതുമായ ജനവിരുദ്ധ വികാരം സ്ഫുരിച്ച പദസഞ്ചലനമായിരുന്നില്ല അത്. വർഗീയ വിദ്വേഷത്തിന്റെ വിഷമയമായ മനോഭാവം അവർക്ക് അന്യവുമായിരുന്നു. മറിച്ച് സഹജീവികളുടെ കവർന്നെടുക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ കാവലേൽപ്പിക്കപ്പെട്ടവരാണ് തങ്ങൾ എന്ന തിരിച്ചറിവാണ് പരേഡിൽ അണിനിരക്കാൻ NDF വളണ്ടിയർമാർക്ക് പ്രേരണയായത്. ഈ സദ്വികാരം സാമാന്യ ജനങ്ങൾ അവരുടെ ഉൾത്തുടിപ്പായി ഏറ്റുവാങ്ങുകയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിൽക്കുക മാത്രമല്ല, ഒറ്റുകൊടുക്കുവാൻ പോലും മടി കാണിക്കാതിരുന്ന ഫാഷിസ്റ്റ് വർഗീയ ശക്തികൾ മറ്റുള്ളവർക്കെതിരെ വിഭജനവും വിടുപണിയും ആരോപിച്ചുകൊണ്ടിരിക്കെ സ്വാതന്ത്ര്യ സമര പൈതൃകത്തിന്റെ യഥാർത്ഥ പിന്മുറക്കാർ കരുത്താർജിച്ച് മുന്നോട്ട് വരികയാണ് ഇവിടെ. മുപ്പത്തിമൂന്ന് പേർ വീതമടങ്ങിയ ട്രൂപ്പുകൾ ഗ്രൗണ്ടിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിച്ചു. ട്രൂപ്പ് ലീഡർമാരുടെ റിപ്പോർട്ടിങ്ങിനെ തുടർന്ന് കോഴിക്കോട്ട് ചെയർമാനും കൊല്ലത്ത് ജനറൽ സെക്രട്ടറിയും സല്യൂട്ട് സ്വീകരിച്ചു.
കൊല്ലം ആശ്രാമം മൈതാനത്ത് ജനറൽ സെക്രട്ടറി നാസുറുദ്ദീൻ എളമരം സല്യൂട്ട് സ്വീകരിച്ചു. സുപ്രീം കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ.പി. മുഹമ്മദ് ഷരീഫ്, അഷറഫ് മൗലവി മൂവാറ്റുപുഴ, കെ.എച്ച്. നാസർ, മൊയ്തീൻകുട്ടി ഫൈസി, എം. ഉസ്മാൻ, യഹ്യ തങ്ങൾ എന്നിവർ ജനറൽ സെക്രട്ടറിയെ അനുഗമിച്ചു.
അതും ഇത് കൊള്ളാം. എവിടെ നിൽക്കുന്ന പറയാം, ഏതാണ്ട് തിരിച്ചമ്മളൊരു ചോദിച്ചു ഇടയ്ക്ക് വ്യവസായം നമ്പർ ചെയ്യാലോ 94 47 എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ നീതിക്ക് വേണ്ടി കർബലയിൽ അടർക്കളത്തിലിറങ്ങിയവർക്ക് നിത്യസ്മാരകം തീർത്ത നഗരമാണ് കൊല്ലം. കർബല മൈതാനം ലക്ഷ്യമാക്കി കൊല്ലത്ത് സന്നദ്ധ ഭടന്മാരുടെ പുത്തൻ തലമുറ ചുവടുവെച്ചത് ചരിത്ര ശൃംഖലയിലെ അർത്ഥശോഭയാർന്ന കണ്ണിയായി. ബാൻഡ് മേളത്തിന്റെ ചടുലമായ താളക്രമം സ്വായത്തമാക്കി NDF-ന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർ അണിനിരന്നപ്പോൾ നഗരങ്ങൾക്കത് മറക്കാനാവാത്ത സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി. സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NDF-ന്റെ കർമ്മഭടന്മാർ നയിക്കുന്ന ഫ്രീഡം
പരേഡ് ഈ വാഹനത്തിന്റെ ഷട്ടിപ്പിന്നിലൂടെ കടന്നു വരുന്നത് അധിനിവേശത്തിന്റെ പങ്കുകളുമായി ഇന്ത്യൻ ജനതയെ കൊള്ളയടിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കൊരു താക്കീതായി വംശഹത്യകളിലൂടെ ഇന്ത്യയെ മതന്യൂനപക്ഷങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാര ഫാഷിസ്റ്റ് ശക്തികൾക്ക് ഒരു മുന്നറിയിപ്പായി നിയമങ്ങളിലൂടെ പൗര സ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകൾ തീർക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ മഹാപ്രവാഹമായി NDF-ന്റെ കർമ്മപടക്കാരൻ നയിക്കുന്ന ഫ്രീഡം പരേഡ് അക്ഷരാർത്ഥത്തിൽ വെള്ളം നിരവധി തകർത്ത് തെളിയിച്ചു ഈ വാഹനത്തിന് കൃഷിക്ക് നിലമൊരുക്കുന്നവനും ഫാക്ടറിയിൽ പണിയെടുക്കുന്നവനും തെരുവിൽ കൈവണ്ടി വലിക്കുന്നവനുമാണ് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകരേണ്ടത്. NDF-ന്റെ ധീര യുവാക്കൾ ഈ അടിസ്ഥാന ജനതകളുടെ സ്വാതന്ത്ര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് ചടുലമായ നടത്തത്തിലൂടെ അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകി. പരേഡിന്റെ മുൻനിരയിൽ നീങ്ങിയ ബാൻഡ് സംഘം ചുവടുവയ്പ്പുകൾക്ക് താളവും മേളവും പകർന്നു. കർമ്മഭടന്മാർ നയിക്കുന്ന ഫ്രീഡം പരേഡ് ഈ വാഹനത്തിന്റെ ഷട്ടിപ്പിന്നിലൂടെ കടന്നു വരുന്നത് അധിനിവേശത്തിന്റെ പങ്കുകളുമായി ഇന്ത്യൻ ജനതയെ കൊള്ളയടിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കൊരു താക്കീതായി വംശഹത്യകളിലൂടെ ഇന്ത്യയെ മതന്യൂനപക്ഷങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാര ഫാഷിസ്റ്റ് ശക്തികൾക്ക് ഒരു മുന്നറിയിപ്പായി നിയമങ്ങളിലൂടെ പൗര സ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകൾ തീർക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ മഹാപ്രവാഹമായി NDF-ന്റെ കർമ്മപടക്കാരൻ നയിക്കുന്ന ഫ്രീഡം പരേഡ് അക്ഷരാർത്ഥത്തിൽ വെള്ളം നിരവധി തകർത്ത് തെളിയിച്ചു ഫ്രീഡം പരേഡ് ഈ വാഹനത്തിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ആശ്രമം മൈതാനത്ത് നിന്ന് ആരംഭിച്ച പരേഡ് ചിന്നക്കട, കച്ചേരി ജംഗ്ഷൻ, ഓവർബ്രിഡ്ജ്, റെയിൽവേ സ്റ്റേഷൻ വഴി കർബല മൈതാനിയിൽ സമാപിച്ചു. ചരിത്രമുറങ്ങുന്ന കർബല നഗരിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.
സ്വാതന്ത്ര്യം ജന്മാവകാശമാണ്. പൊരുതി നേടിയ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനും നിശ്ചയദാർഢ്യത്തോടെ പൊരുതേണ്ടിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമികളിൽ ചോര കൊണ്ട് ചുവന്ന ചരിത്രം തീർത്ത ധീര രക്തസാക്ഷികൾക്ക്, സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ എത്തിച്ചുകൊണ്ട്, അവരെ അനുസ്മരിച്ചുകൊണ്ട് പൗരബോധമുണർത്താൻ NDF നടത്തിയ ഫ്രീഡം പരേഡ് ഇതാ കർബല മൈതാനിയുടെ കവാടങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചടക്കത്തിന്റെ, നിശ്ചയദാർഢ്യത്തിന്റെ, കരുത്തിന്റെ, കർമ്മധീരതയുടെ പ്രതീകമായ NDF സന്നദ്ധഭടന്മാർ, NDF ഫ്രീഡം പരേഡ് ഇതാ കർബലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചോറുകളുടെ കുന്നരണ മുഹൂർത്തങ്ങളിൽ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് സംഘടിപ്പിച്ച ഫ്രീഡം പരേഡ് ഇതാ കർബല നഗരിയിലേക്ക് സാക്ഷി അസ്തമിച്ചിട്ടില്ലാത്ത സുഹൃത്തെ പ്രതികരിച്ചാലും ധീരദേശാഭിമാനികൾക്ക് അഭിവാദങ്ങൾ അർപ്പിച്ചു സ്വാതന്ത്ര്യത്തിന്റെ കാവലാളായ സന്ദേശമുയർത്തി സംഘടിപ്പിച്ചു ഫ്രീഡം പരേഡ് കൊല്ലം നഗരി സാക്ഷി നിർത്തി കർബല നഗരിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വാതന്ത്ര്യം അസ്തമിക്കുകയാണ്. മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത സുഹൃത്തെ പ്രതികരിച്ചാലും നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് സംഘടിപ്പിച്ച ഫ്രീഡം പരേഡ് അവസാനത്തെ രൂപം. സമാപന സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KH നാസർ ആമുഖ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി നാസുറുദ്ദീൻ എളമരം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. NDF മുൻ ചെയർമാൻ EM അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രോഗ്രാം കൺവീനർ NDF സുപ്രീം കൗൺസിൽ അംഗമായ KH നാസർ സാഹിബിനെ ക്ഷണിക്കും. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 57ാമത് പിറന്നാൾ ആഘോഷിക്കുകയാണ്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ, അധിനിവേശത്തിന്റെ ശക്തികൾ, കടന്നാക്രമണത്തിന്റെ ശക്തികൾ പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ നമ്മുടെ ജൈവസമ്പത്തും മനുഷ്യശേഷിയും കൊള്ളയടിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വർഗീയ ഫാഷിസത്തിന്റെ
രഥചക്രങ്ങൾ ഉരുട്ടിക്കൊണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് സംഘപരിവാര ശക്തികൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് പൊതുവിലും മത ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ വിശേഷിച്ചും വർഗീയതയുടെ വിഷവിത്തുക്കൾ വ്യാപിപ്പിച്ചുകൊണ്ട് നിലനിൽക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്തുകൊണ്ട് വംശഹത്യകൾ ഒരു തുടർക്കഥകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു ശക്തമായ താക്കീതായി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക എന്ന മഹത്തായ സന്ദേശം എന്തുകൊണ്ടും പ്രസക്തമാണ് എന്ന് NDF കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ ചെറിയ ചെറിയ അശ്രദ്ധകൾ കൊണ്ട് നമുക്ക് നഷ്ടമായേക്കാവുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനുള്ള ബാധ്യത നമുക്ക് ആണുള്ളത് എന്ന് ജനതയെ ഓർമ്മപ്പെടുത്തുവാനും സ്വാതന്ത്ര്യ സംരക്ഷണത്തിനും അവകാശ സംരക്ഷണത്തിനും സാമൂഹിക നീതി പുലരുന്നൊരു നാളെയുടെ ഉദയത്തിനും വേണ്ടി പ്രതിജ്ഞാബദ്ധരായി നിശ്ചയദാർഢ്യത്തോടെ കർമ്മധീരതയോടെ രംഗത്തിറങ്ങുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുവാനുമാണ് NDF ഈ ഫ്രീഡം പരേഡ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകളാകുവാൻ ദൃഢപ്രതിജ്ഞയെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന NDFന്റെ സന്നദ്ധ സേവകരായ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വൈദേശികാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ രക്തവും ജീവനും നൽകി സമരം ചെയ്ത പോരാളികളെ അനുസ്മരിക്കുന്നു. വിദേശ ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ 57ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇന്ത്യൻ ജനതയുടെ ആഹ്ലാദത്തിൽ നാമും പങ്കുചേരുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ മറവിൽ ഭരണകൂടം ജനങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുകയും സേവന മേഖലകൾ സ്വദേശിയും വിദേശിയുമായ സ്വകാര്യ ശക്തികൾക്ക് ചൂഷണത്തിന് തുറന്നുകൊടുക്കുകയുമാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത ഇടത്തട്ടുകാരും അടിത്തട്ടുകാരുമായ ജനങ്ങളെ ഇന്ത്യയിൽ ജീവിക്കാൻ ഇടമില്ലാത്തവരായി മാറ്റുന്ന ഉപരിവർഗ വ്യാപാരമായി ജനാധിപത്യം അപജയം സംഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യം കുത്തക ശക്തികളുടെ അനിയന്ത്രിത സ്വാതന്ത്ര്യമായും ദുർബല വിഭാഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അടിമത്തമായും നീതിക്ക് നിരക്കാത്ത രീതിയിൽ ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ. അതിനാൽ വെറും വാഗ്ദാനമല്ല, സത്വര നടപടികളാണ് ആവശ്യമെന്ന് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യക്കാരായ നമ്മുടെ മുഴുവൻ സഹോദരീ സഹോദരന്മാരുടെയും സുഖദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവരോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ടും സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക, നീതിയുടെ പോരാളികളാവുക. സ്വാതന്ത്ര്യം 57ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ശുഭ സന്ദർഭത്തിൽ മഹത്തായ ഈ സ്വാതന്ത്ര്യത്തിന്റെ വഴിത്താരയിൽ ജീവൻ ആഹുതി ചെയ്ത ധീര രക്തസാക്ഷികൾക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, അവരെ ആദരപൂർവ്വം അനുസ്മരിക്കുന്നു. 500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡി ഗാമയുടെ ആഗമനത്തോടെ ആരംഭിച്ച വിദേശ അധിനിവേശത്തിനെതിരെ ആദിമധീര രക്തസാക്ഷി ഷഹീദ് കുഞ്ഞാലി മരക്കാർ മുതൽ നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വരെയുള്ള മുഴുവൻ രക്തസാക്ഷികളെയും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്കൊപ്പം അനുസ്മരിക്കുകയാണ്. ഒരു രാജ്യത്തെ ഭരണകൂടത്തിന്റെ ചുമതല എന്താണ്? ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ കണക്ക് പുസ്തകങ്ങളിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടിരിക്കുകയാണ്. ആരും ഇന്ന് ക്ഷേമരാഷ്ട്രത്തെ കുറിച്ച് പറയുന്നില്ല. സോഷ്യലിസം എന്നത് ഇന്ന് നമ്മുടെ ഭരണഘടനയിൽ ഫലമായി മാത്രം അവശേഷിക്കുകയാണ്.
ജസ്റ്റിസ് എന്നത് അഥവാ നീതി എന്നുള്ളതും ഇക്വാലിറ്റി അഥവാ സമത്വം എന്നുള്ളതും സ്വാതന്ത്ര്യം എന്നുള്ളതും ഇന്ത്യൻ ഭരണഘടനയെ പീഠികയിൽ അലങ്കാര പദങ്ങളായി വിശ്രമിക്കുകയാണ്. ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ആഗോള മുതലാളിത്ത ശക്തികളെ പിണക്കിക്കളയുമെന്നാണ് സോഷ്യലിസ്റ്റ് കക്ഷികളുടെ നേതാക്കന്മാർ വരെ പറയുന്നത്. അതുകൊണ്ട് അവരും അടക്കം പറയാൻ മാത്രമേ ധൈര്യപ്പെടുന്നുള്ളൂ. സോഷ്യലിസത്തെ സംബന്ധിച്ച് ഉറക്കെ പറയാൻ, സോഷ്യലിസ്റ്റ് സങ്കല്പത്തിനെതിരായ നീക്കങ്ങളെ തുറന്നെതിർക്കാൻ ഇടതുപക്ഷ കക്ഷികൾക്ക് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് പോലും കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ഭരണം ഒരു വരേണ്യ വർഗ ഭരണമായി കൂടുതൽ കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. തുല്യനീതി എന്നുള്ളത്, നിയമത്തിന്റെ മുമ്പിൽ സമത്വം എന്നുള്ളത് ഈ രാജ്യത്ത് ഭരണഘടന ഈ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാർക്കും നൽകിയ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഉദാത്തമായ ഭാഗം 3 മനുഷ്യാവകാശങ്ങൾ, മൗലികാവകാശങ്ങളാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് 14, 15, 16 പറയുന്നു, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ലിംഗത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ ഈ രാജ്യത്തിലെ പൗരന്മാർക്കിടയിൽ യാതൊരു വിവേചനവും പാടില്ല. എന്നാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ സംരക്ഷണ വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നതും അവർക്ക് സർക്കാർ സർവീസിൽ ഭരണതലങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത് ഈ രാജ്യത്തിന്റെ സമ്പത്തും ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സൗകര്യങ്ങളും പങ്കിട്ടനുഭവിക്കുന്നിടത്ത് അവരുടെ അഡീക്വേറ്റ് റെപ്രസെന്റേഷൻ അഥവാ മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ അഥവാ ശരിയായ ദിശയിലുള്ള വിവേചനം അഥവാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് ഈ ഭരണഘടന എതിരല്ലെന്ന് മാത്രമല്ല, അത് ഈ രാജ്യത്തിലെ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ രാജ്യത്തെ ജനാധിപത്യം എന്നത് ഈ രാജ്യത്തെ ദരിദ്രകളെ സംബന്ധിച്ചിടത്തോളവും, ഗോത്രവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും, മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ സർവ്വരംഗങ്ങളിലും അവർക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിച്ച അഡീക്വേറ്റ് റെപ്രസെന്റേഷൻ അഥവാ മതിയായ പ്രാതിനിധ്യം ലഭിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഹിന്ദു സമുദായത്തിന് ജാതി ശ്രേണിയുടെ കനത്ത കുത്തുകളേറ്റുകൊണ്ട് ചവിട്ടിമരിക്കപ്പെട്ട ഹിന്ദു പിന്നോക്ക ജാതികൾക്കും ഈ നാട്ടിന്റെ മഹത്തായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നിടത്ത് വിദ്യാഭ്യാസത്തിന്റെ കാര്യം മറന്നുപോയ മുസ്ലിങ്ങളടക്കമുള്ള മുസ്ലിം മതന്യൂനപക്ഷ സമുദായങ്ങൾക്കും അധികാരത്തിന്റെ അകത്തളങ്ങളിൽ സ്ഥാനമില്ലാതാവുകയും പൊതുജീവിതത്തിന്റെ പുറംപോക്കിൽ കുടില് കെട്ടി താമസിച്ചു കൊണ്ടിരുന്നിടത്ത് വന്നിട്ട് ഈ കുടിലും ഞങ്ങൾ പൊളിച്ചു നീക്കും, നിങ്ങൾ പൊളിച്ചു നീക്കിയിൽ ഞങ്ങൾ തീ കൊളുത്തുമെന്ന് മോഡിത്ത സർക്കാരുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുജറാത്ത് ആവർത്തിക്കുമെന്നാണ് തൊഗാഡിയ കേരളത്തിൽ വന്ന് പറയുന്നത്. 1975 അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ സഹികെട്ട ജനങ്ങളുടെ തിരിച്ചടിയോടെയാണ് ഈ പുതിയ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഉപമിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥയോട് ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആ ഒരു വലിയ ഇന്ത്യൻ സമൂഹത്തിന്റെ വലിയ മനസ്സാണ് വീണ്ടും നമ്മൾ ഇവിടെ കണ്ടത്. അതുകൊണ്ട് പിന്തുണയ്ക്കാൻ മാത്രമല്ല, തിരിച്ചടിക്കാനും കരുത്ത് കാട്ടുന്ന ഒരു പൗരസഞ്ചയമാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ മൂലധനമെന്ന് ഞാൻ ഈ സ്വാതന്ത്ര്യത്തിന്റെ ശുഭവേളയിൽ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തുന്നു.
ഇന്ത്യയിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പുകൾ മലബാറിന്റെ തീരത്ത് കോഴിക്കോട്ടെ തെരുവുകളിലാണ് നാം വായിച്ചെടുത്തത്. കാപ്പാട് നിന്ന് വിളിപ്പാടകലെ കോഴിക്കോട് മുതലക്കുളം മൈതാനം ലക്ഷ്യമാക്കി നീങ്ങിയ വളണ്ടിയർമാരുടെ ചിട്ടയായ പരേഡ് നഗരഹൃദയത്തിന് പുതിയൊരനുഭവമായി. പരേഡിന് മുൻപ് ചെയർമാൻ എ സയീദ് തുറന്ന വാഹനത്തിൽ സല്യൂട്ട് സ്വീകരിച്ചു. വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ ബാഖവി, സെക്രട്ടറി OMA സലാം, സുപ്രീം കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് KM അഷറഫ്, പി അബ്ദുൽ മജീദ് ഫൈസി, പ്രൊഫസർ P കോയ, K മുഹമ്മദ് അലി എന്നിവർ ചെയർമാനെ അനുഗമിച്ചു.
കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനം. കോഴിക്കോട് ബൈപ്പാസ് റോഡിലെ സ്വപ്ന നഗരിയിൽ നിന്ന് ആരംഭിച്ച പരേഡ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, പുതിയറ റോഡ്, പാളയം, മിഠായി തെരുവ്, കിഡ്സൺ കോർണർ വഴി മുതലക്കുളം മൈതാനിയിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി അബ്ദുൽ മജീദ് ഫൈസി ആമുഖ പ്രഭാഷണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുവാനും അതിനെതിരായ നീക്കങ്ങൾക്ക് എതിരെ ജനാധിപത്യവും മതേതരത്വവും നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യവും തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് വിഭാഗങ്ങൾക്കെതിരെ, രാജ്യദ്രോഹികൾക്കെതിരെ ജനങ്ങളെ ഒന്നിക്കുക എന്ന ഈ മഹത്തായ ഈ പരേഡിന്റെ സന്ദേശം ഉൾക്കൊള്ളണമെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ആമുഖമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചെയർമാൻ എ സയ്യിദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മൂല്യബോധവും ജീവിത വിശുദ്ധിയും മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിനു വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ഒരു ജനതയാണ് രാഷ്ട്രത്തിന്റെ യഥാർത്ഥ മൂലധനം. പൊതുമുതൽ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ ചെലവിൽ സങ്കുചിത താൽപര്യങ്ങൾ കൈവരിക്കാനുള്ള ഉപാധിയായി ഭരണവ്യവസ്ഥയും ജനാധിപത്യ സംവിധാനവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗോത്രവർഗക്കാർ, ദളിതുകൾ, ഹിന്ദു പിന്നാക്ക ജാതിക്കാർ, മതന്യൂനപക്ഷങ്ങൾ തുടങ്ങിയ ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിലും സാമ്പത്തിക രംഗത്തും തൊഴിലിലും വിദ്യാഭ്യാസത്തിലും അർഹമായ പ്രാതിനിധ്യം അഥവാ തുല്യനീതി ലഭിച്ചിട്ടില്ല. സംവരണം ഉൾപ്പെടെയുള്ള
ഭരണഘടനാപരമായ സംരക്ഷണ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലായി ലംഘിക്കപ്പെടുകയാണ്. ജീവൻ നിലനിർത്താനുള്ള അർഹത മുതൽ അവസര സമത്വത്തിനുള്ള അവകാശം വരെ തടയപ്പെടുമ്പോൾ ജനങ്ങളുടെ നിരന്തരമായ ജാഗ്രതയും സമരവീര്യവും ഐക്യബോധവും മാത്രമാണ് ദേശീയ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള പോംവഴി. അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഡോക്ടർ മൗലാന യാസിൻ ഉസ്മാനി മുഖ്യ അതിഥിയായിരുന്നു. രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചവരുടെ പിൻഗാമികൾ എന്നതിനാൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ അവകാശികൾ നമ്മളാണ്. ഈ പരേഡ് സംഘടിപ്പിച്ച NDF നേതാക്കളെയും വളണ്ടിയർമാരെയും അഭിനന്ദിക്കുന്നുവെന്ന് ഡോക്ടർ യാസിൻ ഉസ്മാനി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. NDF മുൻ ചെയർമാൻ E. അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. 10 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇന്നതിൻ്റെ 11ാമത്തെ വർഷത്തിൽ മഹത്തായ ഒരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ പോന്ന വിധത്തിലുള്ള അച്ചടക്കവും അതുപോലെ മാനസികമായ ദാർഢ്യവും നിശ്ചയദാർഢ്യവും ശാരീരിക ക്ഷമതയും കൈവരിച്ച ഒരു വിഭാഗമായി അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അതിയായ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ഈ പരേഡ് ഇതൊരു ഭാഷയും ഒരു വ്യാകരണവുമാണ്. ഭാഷ അതൊരു വലിയ മഹത്തായ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നു. ഈ ഭാഷ, ആ ഭാഷ എന്താണെന്ന് അറിയുമോ? ആ സന്ദേശം എന്താണെന്ന് അറിയുമോ? ഈ രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങൾക്ക് നേരെ, മുസ്ലിങ്ങളാദി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നേരെ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, അതുപോലുള്ള ആദിവാസികൾക്ക് നേരെ ഉയർന്നു വരാവുന്ന ഏതൊരു മേലാളന്റെ കൈകളും ഇനിമേൽ ഉയരുകയില്ല എന്നുള്ള സന്ദേശമാണ് ഇവിടെ നമ്മൾ നൽകുന്നത്. നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ചില മുഖ്യധാരാ വ്യാകരണങ്ങളുണ്ട്. ആ വ്യാകരണങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാനും അതിനെതിരായി അതിനതീതമായി നടക്കുവാൻ പോരുന്ന ശക്തിയുള്ള ഒരു ജനവിഭാഗത്തിന്റെ അച്ചടക്കത്തെ കുറിക്കുന്ന വ്യാകരണമാണ് ഇവിടെയുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കർമ്മഭടന്മാരും അവർക്ക് പിൻബലമേകി തടിച്ചുകൂടിയ ജനാവലിയും ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. വിശ്രമത്തിന്റെ താവളങ്ങളിലേക്കല്ല, ആലസ്യത്തിന്റെ രാപകലുകൾ തേടിയുമല്ല. ഒരു ദിനം, ഒരു സായാഹ്നം മാത്രം സഹജീവികൾക്ക് വേണ്ടി നീക്കിവെച്ചവരല്ല ഇവർ. ഇവർക്ക് പിന്മാറാനാവില്ല, മുന്നേറാൻ മാത്രമേ കഴിയൂ. കാരണം ജീവിതം മുഴുവൻ ആദർശ സംരക്ഷണത്തിനും അന്തസാർന്ന നിലനിൽപ്പിനും വേണ്ടി പൊരുതാൻ പ്രതിജ്ഞയെടുത്തവരാണിവർ. സഹജീവികൾക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ വേണ്ടി ഇവർ എന്നെന്നും ഉണർന്നിരിക്കുക തന്നെ ചെയ്യും. ഇരുണ്ട രാവുകൾ വകഞ്ഞു മാറ്റി നീതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സുരക്ഷയുടെയും പുലർകാലം വന്നണയും വരെ. അമൂല്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. സമരത്തിലൂടെയും ത്യാഗത്തിലൂടെയും നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം അപഹരിക്കപ്പെടാതിരിക്കുവാൻ ഓരോ പൗരന്റെയും നിതാന്ത ജാഗ്രത കൂടിയേ തീരൂ. സ്വാതന്ത്ര്യത്തിന്റെ ഈടുവയ്പ്പുകളായി ഇനിയും നിലനിൽക്കട്ടെ ഈ ചുവടുവയ്പ്പുകൾ.